കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 78ാം രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഡൽഹിയിലെ ബിർള ഹൌസിൽ ഒരു സായാഹ്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതിനിടയിൽ നാഥുറാം വിനായക് ഗോഡ്സെയുടെ കരങ്ങളാൽ 1948 ഗാന്ധിജി കൊല്ലപ്പെടുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധി നിർണായക പങ്കുവഹിച്ചിരുന്നു. 200 വർഷത്തിലേറെ ഇന്ത്യ ഭരിച്ച ബ്രിട്ടീഷുകാർക്കെതിരെ അഹിംസാ മാർഗത്തിലൂടെ പോരാട്ടം നയിച്ചത് അദ്ദേഹമായിരുന്നു. സമാധാനത്തിനും അഹിംസയ്ക്കും വേണ്ടി വാദിക്കുന്ന ലോകത്തെ ഏറ്റവും സ്വാധീനിച്ച ചിന്താഗതിക്കാരിൽ ഒരാളായിരുന്നു മഹാത്മാഗാന്ധി. കട്ടപ്പന ഗാന്ധി സ്ക്വയറിൽ നടന്ന ചടങ്ങിൽ പ്രവർത്തകർ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ അധ്യക്ഷനായിരുന്നു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ അനുസ്മരണ പ്രഭാഷണം നടത്തി. സമൂഹത്തിന് മുമ്പിൽ സഹിഷ്ണുതയോടുകൂടി സമരം ചെയ്തുകൊണ്ട്, അഹിംസാ മാർഗത്തിൽ സമരം ചെയ്തുകൊണ്ട് ഒരു രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന്റെ സുപ്രഭാതത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ മഹാത്മാഗാന്ധി എന്ന ധീരനായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ വധിച്ച ദിനമാണ് ജനുവരി 30 എന്നുള്ളത്. നമുക്കറിയാം, 2 നൂറ്റാണ്ടുകാലം തുടർന്ന് നടന്ന തൊഴിലുറപ്പ് സംരക്ഷണ സംഗമം DC സെക്രട്ടറി അഡ്വക്കേറ്റ് KJ ബെന്നി ഉദ്ഘാടനം ചെയ്തു. മനോജ് മുരളി, സിബി പാറപ്പായി, ജോസ് മുത്തനാട്ട്, ഷാജി വെള്ളാമക്കൽ, ജോസ് ആനക്കലിങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു. PS മേരിദാസൻ, സജിമോൾ ഷാജി, ബീന സിബി, സന്തോഷ് ഓലനാൽ, പ്രശാന്ത് രാജു, CM തങ്കച്ചൻ, പൊന്നപ്പൻ അഞ്ചപ്ര, ബിൻസി ഷിനോജ്, സതി അജികുമാർ, ലിസി ജോണി, ഐബിമോൾ രാജൻ, രക്തമ്മ സുരേന്ദ്രൻ, ഷിബു പുത്തമ്പുരക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.